നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കേരളീയർക്ക് മിക്കവർക്കും ഏറെ ഇഷ്ടമുള്ള പൊറോട്ടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതും ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വിസ്താരമുള്ള ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. എന്നാൽ മാത്രമേ കുഴയ്ക്കാൻ നല്ല സൗകര്യം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 കിലോ മൈദ ആണെങ്കിൽ 10-22ഓളം പൊറോട്ട കിട്ടും. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ മുട്ടയും ഞാൻ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ട് കുഴയ്ക്കുക. ഇപ്പോൾ ലൂസ് എന്ന് പറയുമ്പം ചപ്പാത്തിയുടെ അത്രയും ടൈറ്റ് ആകണ്ട, എന്നാൽ കുറച്ചൊന്ന് ലൂസായിട്ട് ഇരിക്കണം, എന്നാലേ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം കൈവച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തി നന്നായിട്ട് കുഴച്ച് മടക്കി ഇങ്ങനെ കുഴച്ച് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അതിലാണ് ആ സോഫ്റ്റ്നെസ്, പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10-20 മിനിറ്റ് കുഴയ്ക്കാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക, നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേളിൽ നന്നായിട്ട് എണ്ണ തടവിയതിന് ശേഷം നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ മേളിൽ എണ്ണ തടവി കൊടുക്കുന്നത് പൊറോട്ടയുടെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മേളിൽ ഒരു ഈർപ്പമുള്ള ഒരു തുണി, ചെറിയ നനവുള്ള ഒരു തുണി ഇട്ട് മൂടി കൊടുക്കുക. ഒരുപാട് വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്, ചെറിയൊരു ഈർപ്പം മാത്രം മതി. എന്നിട്ട് നമുക്ക് 2 മണിക്കൂർ മിനിമം, പിന്നെ അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ അതിൽ കൂടുതൽ വെക്കാം, അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, 2.5 മണിക്കൂറായിട്ടുണ്ട്. മാവ് എടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കണം. ഒരുപാട് വലിയ ഉരുളയൊന്നും ആക്കണ്ട, നിങ്ങൾക്ക് പരത്താൻ സൗകര്യത്തിന് വിസ്താരം കിട്ടുന്ന ആ സ്ഥലത്തിന് പാകത്തിനുള്ള ഉരുളകൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എത്രത്തോളം ഉരുളകൾ കിട്ടുമോ അത്രയും ഉരുളകളാക്കുക. അപ്പോൾ ഉരുളകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ചെയ്യുന്ന കൈ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുകയാണ് ഓരോ ഉരുളയും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഉരുളകളും കൈ വെച്ചിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി വയ്ക്കുക. ഇനി ഇതിൻ്റെ മേളിലെല്ലാം നമുക്ക് എണ്ണ തടവി കൊടുക്കണം. അപ്പുറവും ഇപ്പുറവും എണ്ണ തടവി കൊടുക്കണം, 2 സൈഡിലും എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അരിപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക, എല്ലാ സൈഡും കോട്ടഡ് ആകുന്നത്. അപ്പോൾ 2 സൈഡിലും എണ്ണയും വേണം അരിപ്പൊടിയും വേണം. അപ്പം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇനി ഞാൻ ആ പാത്രം തന്നെ അതിനെ ഞാൻ തിരിച്ച് വെക്കുകയാണ്. തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ കൗണ്ടർ ടോപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ പരത്തി വെച്ച് അരിപ്പൊടി തൂവി വെച്ചിരിക്കുന്നുണ്ടല്ലോ, വിതറി വെച്ചിരിക്കുന്നുണ്ടല്ലോ, ആ ഓരോ മാവും ഇങ്ങനെ എടുത്തിട്ട് ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കുക. അപ്പം എത്രത്തോളം ഉരുളകളുണ്ടോ അത്രയും ലെയർ നമുക്ക് കൂടുതൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഓരോന്നിൻ്റെ ഇടയ്ക്കും നമുക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എണ്ണ ഒഴിക്കുന്നില്ല, വേണമെന്നുള്ളവർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അതും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ എനിക്കിപ്പോൾ ഒരു 7-8-9 ഉരുളകളോളം ഉണ്ട്. അതെല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ മേളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2ആയിട്ടും ചെയ്യാം, പക്ഷേ ഇങ്ങനെ ഇത്രയും ഉരുളകൾ ഒരുമിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത്രയും ലെയർ നമുക്ക് കിട്ടും, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് തടവുന്നേ ഉള്ളൂ. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും പൊറോട്ടയ്ക്ക് നല്ലത് കേട്ടോ. എണ്ണ ഇച്ചിരി കൂടിയത് നിൽക്കുന്നതാണ് പൊറോട്ടയ്ക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക എല്ലാ സൈഡും. അതിനുശേഷം കൈ വെച്ച് പരത്തത്തക്കതേ ഉള്ളൂ, നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ആയാസമൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിനിയിപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന തടി എടുത്തിട്ടുണ്ട്, ഇത് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ ആയാസമില്ലാതെ ചപ്പാത്തി പരത്തുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഈ രീതിയിൽ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ പോലും നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ നമ്മുടെ അടുക്കള മുഴുവൻ വൃത്തികേടാകും എന്നുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ. ഇതുപോലൊന്ന് നന്നായിട്ട് പരത്തി എടുക്കുക.
അപ്പോൾ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. മാക്സിമം പരത്താൻ പറ്റുന്ന അത്രയും പരത്തുക. ഒരുപാട് അങ്ങ് പ്രഷർ കൊടുക്കണ്ട, കാരണം അത്രയും സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി, മാക്സിമം വിടരുന്ന അത്രയും വരെ. പ്രഷർ കൊടുത്തങ്ങ് അടിച്ച് പരത്തുമൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ കത്തി, ഈ കത്തിയിൽ നമുക്ക് കുറച്ചൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുറ്റിന് വട്ടത്തിന് മുറിച്ച് കൊടുക്കുക. വട്ടത്തിനല്ല എന്നുണ്ടെങ്കിൽ സ്ക്വയറിന്, ചതുരത്തിന് മുറിച്ചാലും മതി. പക്ഷേ ഏതായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് വെച്ച് ഇത് രണ്ടും കൂടെ കൂട്ടി മുട്ടരുത്. നമ്മൾ ഈ മുറിക്കുന്ന രണ്ടറ്റവും കൂടി കൂട്ടി മുട്ടരുത്. ഇത് നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേ നിൽക്കാവൂ, കോൺസെൻട്രേറ്റ് ആയിരിക്കണം. ഇങ്ങനെ ചുറ്റിച്ച് നടുക്ക് കൊണ്ടുവന്നേ ഈ മുറിക്കുന്ന കത്തി നമ്മൾ നിർത്താവൂ. അപ്പം ഇങ്ങനെ അങ്ങ് മുറിക്കുക, ചുറ്റിച്ചങ്ങ് മുറിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ എണ്ണ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ എണ്ണ ഒഴിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ മൊത്തത്തിൽ നമുക്കിങ്ങനെ കത്തി മൊന ഒന്ന് കൂർത്തിരിക്കണം, എങ്കിലേ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചെടുക്കുക. ഈ പാത്രം ആയതുകൊണ്ട് എനിക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. പാത്രം അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മൾ മുഴുവൻ അത്രയും ഭാഗം വരെ, നടുക്ക് വരെ നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരറ്റം പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെറോട്ടയ്ക്ക് എത്ര വലിപ്പം വേണോ അത്രയും നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ കുഞ്ഞു പെറോട്ട മതിയെങ്കിൽ കുറച്ച് ചുറ്റു മതി. വലിയ പെറോട്ട വേണമെന്നുണ്ടെങ്കിൽ ചുറ്റിത്തിരി കൂട്ടി കൊടുക്കാം. അപ്പോൾ അതെ ഇതുപോലെ, എന്നിട്ട് അതിൻ്റെ മടക്കങ്ങ് ഉള്ളിലോട്ടങ്ങ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളും. ഇതുപോലെ നമുക്ക് ഇനി എണ്ണ തടവി ഒരു പാത്രത്തിൽ ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് മാവിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള അനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ നമുക്കിങ്ങനെ റോൾ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴാണോ നമ്മൾ കഴിക്കുന്നത് ആ സമയത്തേക്ക് നമുക്കിത് കൈ വെച്ചൊന്ന് പരത്തി ചുട്ടു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്ത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നോക്കിക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. മൈദമാവല്ലേ, അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ കത്തി വെച്ചൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതി. അറ്റം ഇങ്ങനെ ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ആ എൻഡെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലോട്ടങ്ങ് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് ഈ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെറോട്ട ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ കുതിർന്നിരിക്കണം പെറോട്ടയുടെ മാവ്. അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് എല്ലാം ഞാൻ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചുടാൻ സമയം ആകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ചപ്പാത്തി പലക എടുക്കുകയാണ്. ചപ്പാത്തി പലകയിലാണ് ഞാൻ ഇന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പലക അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ്, നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സൗകര്യം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലിങ്ങനെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എണ്ണ തടവിയതിന് ശേഷം കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡിയായി, ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമ്മുടെ പാൻ, നമ്മൾ ഏത് തവയിലാണ് ചുടുന്നത്, അതല്ലേ ദോശക്കല്ലാണെങ്കിൽ അത് നന്നായിട്ട് ചൂടാക്കാനായിട്ട് ഇടുക. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പരത്തിയത് കൈവച്ച് ഇങ്ങനെ പരത്തിയ പൊറോട്ട ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ചുട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചുടുന്ന സമയത്ത്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അത്രയും എണ്ണ മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചുട്ടിട്ടുണ്ട്, നോക്കിക്കേ. ചുട്ടിട്ട് ആ ചുട്ടെടുക്കുന്നത് അപ്പോഴപ്പോഴിങ്ങനെ അടിച്ചോളണം. അതാണ് പൊറോട്ടയുടെ ആ ഒരു ലെയർ ഇങ്ങനെ വേർതിരിച്ച് കിട്ടണം നമുക്ക്. അപ്പം ചൂടോടെ തന്നെ അടിച്ചാലേ അത് ശരിയാവത്തുള്ളൂ. ഇപ്പം നോക്കിക്കേ, ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന, തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊറോട്ടയുടെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള റോളുകളും നമ്മൾ പരത്തി ചുടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് ചുട്ടെടുത്തോട്ടെ. അപ്പോൾ അതേ പഞ്ചസാര ചേർത്തില്ലെങ്കിൽ പോലും നല്ല മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കുക. ചുട്ട ഉടനെ തന്നെ എത്ര എണ്ണം നമ്മൾ ഒരുമിച്ച് ചുടുക അത്രയും നമ്മൾ അപ്പോഴപ്പോഴപ്പോഴും ചുടുക. അപ്പോൾ ഒരെണ്ണം ചുടുന്നുള്ളെങ്കിൽ ആ ഒരെണ്ണം അപ്പം തന്നെ അടിച്ചെടുക്കുക കേട്ടോ. വെച്ചേക്കരുത്, കാരണം വെച്ച് തണുത്തിട്ട് പിന്നെ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ചൂടോടെ തന്നെ അടിക്കുക.
അപ്പോൾ നോക്കിക്കാൻ നമ്മുടെ അടുക്കള വൃത്തികേടാകുന്നില്ല, പൊടിയായില്ല, എണ്ണയായില്ല, വളരെ വൃത്തിയായിട്ട് തന്നെ അടുക്കള കിടക്കുകയും ചെയ്യും. വളരെ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് പോലും നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ നമ്മുടെ പെർഫെക്റ്റ് പൊറോട്ട നോക്കിക്കുക, ലെയർ കണ്ടോ, ഇളകി വരുന്ന കണ്ടോ. ഇതുപോലെ എല്ലാ പൊറോട്ടയുടെയും ലെയർ ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്തെളുപ്പമാണ്, എന്തെളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒട്ടും സ്ട്രെയിൻ ഇല്ല, നമുക്ക് ആസ്വദിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.